നിങ്ങൾ ഈ ഒരു ന്യൂസ് കണ്ടില്ലേ? അത് ന്യൂസിലൊന്നും അല്ല, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ ഒരു ന്യൂസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എന്ത് കാര്യം കിട്ടിയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. അവരാരും ഈ ഒരു സംഭവത്തെ കുറിച്ചെടുത്ത് റിയാക്ട് ചെയ്തതും ഇല്ല. നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കുമളി എന്ന് പറയുന്നത്. അവിടെ നിർമ്മാല്യം എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്തത് കൊണ്ടൊന്നും ഒരുത്തരും ഈ ഒരു വീഡിയോ എടുത്ത് ചർച്ച ചെയ്യുവോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച ചിലപ്പം കഴിഞ്ഞേക്കും. ഈ ഒരു മനുഷ്യന്റെ ജസ്റ്റിസിന് വേണ്ടി ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്നാല് ഒരുപാട് പേര് ഈ ഒരു മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടി ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നുണ്ട്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളിത് വലിയൊരു ഗൗരവത്തിലൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണ് കാര്യം എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഇത് കുമളിയിലുള്ള ഒരു ബസ് കണ്ടക്ടറാണ്. ഓരോ ബസ്സുകളിലുള്ള കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും എല്ലാം ഓരോരോ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. ചിലവര് ദേഷ്യപ്പെടുന്നവരായിരിക്കും, ചിലവര് വേണമെങ്കിൽ നിങ്ങൾ കയറിയാൽ മതി എന്നുള്ള മനോഭാവക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഈ നിർമ്മാല്യം എന്ന് പറയുന്ന ആ ഒരു ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നു ഈ രഞ്ജീഷ് എന്ന് പറയുന്ന ആളെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. കാരണം ഒരു ചിരിയോടെ മാത്രമാണ് ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നതും അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നതും. എല്ലാവർക്കും അത് സുഹൃത്തുക്കൾക്കായിക്കോട്ടെ വണ്ടിയിൽ കയറുന്നവർക്ക് ആയിക്കോട്ടെ ആർക്കും മറക്കാനാവാത്ത ഒരു മുഖമാണ് ഈ രഞ്ജീഷിന്റേത്. അതുപോലെ തന്നെ കമന്റ്സിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ആ പുള്ളി ഒരു പരിചയവും ഇല്ല. ഈ ചേട്ടനെ കുറിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരിടുന്ന റീൽസിൽ വരുന്ന കമന്റ്സിൽ നിന്നാണ് ഈ പുള്ളിയുടെ സ്നേഹവും അല്ലെങ്കിൽ ഈ പുള്ളി എത്രത്തോളം ആളുകൾക്ക് അടുപ്പമുണ്ട് എന്നുള്ളതും ചേട്ടൻ എത്രത്തോളം മാന്യനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും ആ കമന്റ്സിൽ നിന്ന് അടുത്തറിയാവുന്നവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചേട്ടൻ ഇപ്പൊ ജീവനോടെ ഇല്ല. നമുക്ക് ഈ ഒരു റീൽസിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ചേട്ടൻ ആത്മഹത്യ ചെയ്തു. അപ്പം ഇതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഈ ചേട്ടന്റെ വൈഫ് വിദേശത്തോട്ട് പോയി. എത്രത്തോളം വിശ്വസിച്ചിട്ടായിരിക്കും ആ ചേട്ടൻ ആ ചേച്ചീനെ വിദേശത്തോട്ട് അയച്ചിട്ടുള്ളത്. ചേച്ചി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം എന്നാലും പറയാണ്, വിദേശത്തോട്ട് അയച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ടപ്പെട്ടു. അയാളുമായിട്ട് ലിവിങ് ടുഗദർ ആയിട്ട് അവിടെ അങ്ങോട്ട് താമസമായി. എന്നിട്ടും പുള്ളി സഹിച്ചു. പോട്ടെ, ഇനി ഇവരുടെ ഇടയ്ക്കത്തെ ഇവരുടെ ദാമ്പത്യം എങ്ങനെ തകർന്നെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ടല്ല നമ്മൾ പോകുന്നത്. അപ്പം ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും, അത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിയുണ്ടായിരുന്നു, ചേച്ചിയുടെ ഭാഗത്താണോ കുട്ടി, ഇതൊന്നും പറയാൻ നമ്മളില്ല. പക്ഷെ പിരിഞ്ഞത് പോട്ടെ എന്ന് വെക്കാം. ഇവക്ക് ഒരു കുഞ്ഞുണ്ട്, ഒരു ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു. ഈ ചേട്ടനും ആ ചേച്ചിക്കും കൂടെ ഒരു ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു. ഇവൾ ആ ഒരു കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കാതെ 8 വർഷങ്ങള് ആ ചേട്ടൻ ആ കൊച്ചിനെ വളർത്തി പൊന്നുപോലെ. മറ്റൊരു വിവാഹത്തെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആ ചേട്ടൻ ആ പൊന്നുപോലെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അപ്പം നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവള് കോടതിയിൽ കൊച്ചിന് വേണ്ടി ഉള്ള കേസും കാര്യങ്ങളും നടത്തി. നോർമലി നമുക്കറിയാവുന്നത് പോലെ തന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്താണല്ലോ ഇപ്പം കൂടുതലും കാര്യങ്ങളൊക്കെ. നമ്മളും ഒരു പെണ്ണ് തന്നെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും പെണ്ണുങ്ങൾ തൊട്ടേ പിടിച്ചെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ല, ബസ്സേ വെച്ച് ആ പുള്ളിക്കാരൻ എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് അവളുടെ പേരെന്നാണോ നിങ്ങൾക്ക് മനസ്സിലായി കാണും സംഭവം. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പം ആ പുള്ളി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇപ്പം ആ അച്ഛനും അമ്മയ്ക്കും പോയി, വാർദ്ധക്യത്തിലായിരുന്ന അച്ഛനും അമ്മയ്ക്കും പോയി. അവളാണെങ്കിൽ റീൽസും എടുത്ത് വിദേശത്തും പോയി വിലസി ചുറ്റി നടക്കുന്നു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും ഒന്നും സ്ത്രീകൾക്ക് അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ മെൻസ് അസോസിയേഷൻ ആൾക്കാരൊക്കെ ഉണ്ട്, രാഹുൽ ഈശ്വര ഒക്കെ അതിന്റെയൊക്കെ ആളാണല്ലോ. അപ്പൊ അവര് പോലും ഇതിനെപ്പറ്റി ഒരു വാക്ക് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോ ദിലീപിനോ വേറെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നം എന്ന് പറയുമ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവര് സംസാരിക്കുന്നില്ല? ഇപ്പം ആ ചേട്ടൻ 8 വർഷത്തോളം ഇവളുടെ സുഖം തേടി അങ്ങ് പോയി. അവിടെ വിദേശത്ത് ഇത്രയും നാളും കഴിഞ്ഞിട്ട് ഇപ്പൊ കുഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ത് മാതൃത്വത്തിന്റെ പേരിലാണ്? ഞാൻ നൊന്ത് പ്രസവിച്ചെന്നുള്ള പേരിൽ ഇപ്പൊ വരേണ്ട കാര്യം എന്താണ്? എന്നിട്ട് വന്ന് കുഞ്ഞിനെ കോടതി അവക്ക് തന്നെ കൊടുത്തു. പക്ഷെ അവള് പോയത് പോട്ടെ എന്ന് പറഞ്ഞ ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന് അത് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ഇപ്പൊ ഓർത്ത് നോക്കിയ ആ കുഞ്ഞിനെ കൊണ്ട് അവളിപ്പം ലിവിങ്ങിലായിരിക്കുന്ന അവന്റെ അടുത്തോട്ട് പോവാണ്, പുതിയൊരു അച്ഛന്റെ അടുത്തോട്ട് പോവാണ്. ആ കുഞ്ഞ് അനുഭവിക്കേണ്ട മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. അവള് വിദേശത്ത് കൊണ്ടുപോകുവോ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ ആ അച്ഛന്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും. അപ്പം
എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ പോയി, കുഞ്ഞു പോയി. ഇനിയും ആണെങ്കിൽ ജീവിച്ച് പുള്ളിക്ക് കാണിക്കാമായിരുന്നു. പുള്ളി ചെയ്തത് വലിയൊരു അബദ്ധമായി, അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായി എന്ന് വേണം പറയാനായിട്ട്. കാരണം പുള്ളി ജീവിച്ച് കാണിക്കുക, നമുക്ക് പറയുമ്പം പറയാം ജീവിച്ച് കാണിക്കായിരുന്നു, അല്ലെങ്കിൽ എന്താ അവർക്ക് നല്ലൊരു മറുപടി കൊടുക്കണമായിരുന്നു, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ ആ പുള്ളിക്കാരന്റെ മാനസികാവസ്ഥ അന്നേരം ആ ഒരു രീതിയിലായിരുന്നു കാണുമായിരിക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരന് അത് താങ്ങാൻ പറ്റാതെ മരിച്ചു. അതുപോലെ ഇവളുടെ കൂടെ ലിവിങ്ങിലായിരിക്കുന്ന ആള് മെസ്സേജ് വിട്ട് പുള്ളിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു എന്നോ ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നിയമം കാരണം ഒരു ആളും കൂടെ മരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒരാണായതുകൊണ്ട്, ഒരു പെണ്ണായിരുന്നെങ്കിൽ വലിയ ചർച്ചാ വിഷയം ആയേനെ. ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കണം. ഒരു പെണ്ണാണ് ഒരു സ്ത്രീധന പീഡനത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയാണ് കൊന്നിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവിഹിതം കാരണമോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതൊരു വലിയൊരു ചർച്ചാ വിഷയം ആയേനെ. പക്ഷെ ഇത് വിദേശത്ത് ജോലിക്ക് പോയ അവള് ഭർത്താവിനെ വേണ്ട, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, അവർക്ക് പിരിയാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്, അവർ പിരിഞ്ഞ് ജീവിച്ചോട്ടെ. അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമുക്കറിയത്തില്ല. പക്ഷെ ഈ കുഞ്ഞിന്റെ കാര്യം വരുമ്പോഴത്തേനും ഈ 8 വർഷം ഇല്ലാത്ത ഒരു നോർമലി ഒരു നല്ലൊരു നിയമം ആയിരുന്നെങ്കിൽ ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? നീ ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതിന് ചെലവിന് കൊടുത്തിട്ടുണ്ടോ? ഈ രഞ്ജേഷ് അല്ലേ ഈ കുഞ്ഞിനെ വളർത്തിയെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ രഞ്ജേഷിന് തന്നെ കൊടുക്കായിരുന്നു. ഒരു അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഓക്കെ, ഇച്ചിരിയും കൂടെ നമുക്ക് പറയാം, അതൊരു പെൺകുഞ്ഞല്ലേ, അതുകൊണ്ട് അമ്മയുടെ കൂടെ വളരട്ടെ എന്ന് ഓർത്ത് വിട്ടതായിരുന്നു. എന്നിരുന്നാൽ പോലും സ്വന്തം അച്ഛന്റെ കൂടെ അല്ല അവള് ഇപ്പൊ ലിവിങ്ങിലായിരിക്കുന്ന അച്ഛന്റെ കൂടെ വേണ്ട പോവാനായിട്ട്. എന്നാൽ പോലും നമുക്കൊന്ന് ഒരു പെൺകുട്ടിയല്ലേ, അമ്മയുടെ കൂടെ പോട്ടെ എന്ന് വെക്കായിരുന്നു. ഒരു ആൺകുട്ടിയാണ്, അത് ഇത്രയും വർഷം ആ മനുഷ്യൻ വളർത്തിയതല്ലേ എന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ ആ മനുഷ്യന് വിട്ടുകൊടുക്കായിരുന്നു. നിനക്ക് വന്ന് കാണുവോ, വിറക്കുവോ, അല്ലെങ്കിൽ കുറച്ചു നാൾ കൂടെ കൊണ്ടുപോയി നോക്കുകയോ ഒക്കെ ചെയ്യായിരുന്നല്ലോ. എന്നിട്ടും ആ കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിനെ കൊണ്ടുപോയി. അത് സഹിക്കാൻ പറ്റാതെയാണ് ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദ്യം തൊട്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ സൈഡ് നിന്നേനെ, ആദ്യം തൊട്ട് നീ ആ കുഞ്ഞിനെ നോക്കിയിരുന്നെങ്കിൽ, ഈ 8 വർഷക്കാലം ഇല്ലാത്തൊരു സ്നേഹം കൊണ്ടാണ് നീ ഇപ്പൊ വന്നിട്ട് ആ കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത്. അതെല്ലാം പോട്ടെ, പുള്ളി ആ ഒരു വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ആ ഒരു അടക്ക സമയത്ത്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയൊക്കെ ആ ഒരു ആചാരങ്ങൾ അനുസരിച്ച് മകൻ വന്നിട്ട് വേണം ചിതയ്ക്ക് തീ കൊളുത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി മകനെ തരാവോ എന്ന് ചോദിച്ചപ്പം നീ ഒരു പെണ്ണാണോ എന്ന് ഞാൻ ഓർക്കും, അല്ലെങ്കിൽ നീ എന്ത് ജന്മമാണെന്ന് ഞാൻ ഓർക്കും. കാരണം ഇവള് പറയാണ് തന്നു വിടാൻ പറ്റത്തില്ല, കൊച്ചിനെ തന്നു വിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയ സമയത്ത് പറയാണ് പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് ഓർഡർ കൊടുക്കണം പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറുമായിട്ട് വന്നാൽ മാത്രമേ കൊച്ചിനെ പറഞ്ഞു കൊടുത്തുള്ളൂ. സ്വന്തം തന്തയടി ആ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അച്ഛനാ, നീ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ഉണ്ടായൊന്നും അല്ലല്ലോ ആ കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിന്റെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. അതിന് ചെത കൊളുത്താനായിട്ട് നിന്റെ അനുവാദം ഒന്നും വേണ്ട. പക്ഷെ നമ്മുടെ നിയമം ഇങ്ങനെ ആയിപ്പോയി. ഈ ഒരു ന്യൂസ് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാളാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് സംഭവിച്ചതാണല്ലോ, കുമളിയിൽ സംഭവിച്ചതാണല്ലോ. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല കുമളിയിലോട്ട്. അപ്പം ഇത് കണ്ട സമയത്ത് മനസ്സിന് സത്യം പറഞ്ഞാൽ നല്ല വേദന വന്നു. കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് നമ്മൾ സെപ്പറേറ്റഡ് ആയാൽ ചിലപ്പോൾ എന്റെ കൂടെ കുഞ്ഞുണ്ടായിരിക്കും. കാരണം എന്റെ ആദ്യം തൊട്ടേ ഞാൻ ഒരു അഭീതത്തിലോട്ട് പോവുകയോ, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കാതെ എനിക്ക് ആ കുഞ്ഞിനെ ചോദിക്കാനുള്ള അർഹത ഉണ്ടോ? ആ കുഞ്ഞിനെ നോക്കിയത് അച്ഛനാണെങ്കിൽ അച്ഛൻ തന്നെ നോക്കണ്ടേ? പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ അന്തസ്സായിട്ട് ജീവിച്ച് എനിക്ക് ഈ ഒരു ബന്ധത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. പിന്നീട് വിവാഹം കഴിക്കുന്ന കാര്യമൊക്കെ ഓക്കെ. പക്ഷെ വേറൊരു ബന്ധത്തിൽ അകപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയി കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാതെ പോയിട്ട് ഇപ്പൊ കുഞ്ഞു വേണമെന്ന് പറഞ്ഞു വരുന്നത് വളരെ മോശമാണ്. അപ്പം നമ്മളാ അന്തസ്സായിട്ട് ജീവിച്ച് ഒരു ബന്ധത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളില്ലാതെ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ നമുക്ക് ആ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ആ ഒരു മനുഷ്യന് 8 വർഷക്കാലം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ എത്രത്തോളം കെയറും കാര്യങ്ങളും കൊടുക്കണം. ഒന്ന് വളർത്തിയെടുത്ത് 8 വയസ്സാക്കി, അല്ലെങ്കിൽ ഈ 8 വർഷക്കാലം ആ കൊച്ചിനെ ഇത്രയും വളർത്തിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവക്ക് വേണം പോലും. കോടതി അവക്ക് എഴുതിയങ്ങ് കൊടുത്തു. അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും? അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേന് എന്റെ അച്ഛൻ മരിക്കാൻ കാരണം നീ അല്ലേടി എന്ന് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കത്തില്ലേ? അവന് നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വേറൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ അവനെയും ഇതുപോലെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ലെന്ന് പറയാൻ പറ്റുമോ? നീ കരുതി വെച്ചോ, ഈ ലിവിങ്ങിൽ ഇരിക്കുന്ന എന്നോടാ ഞാൻ പറയുന്നത്. അപ്പൊ നീയും കരുതി വെച്ചോ, നാളെ നിന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് അവള് വേറൊരു ബന്ധത്തിൽ പോകത്തില്ലെന്ന് ഓരോ ഉറപ്പുമില്ല. രഞ്ജേഷിന്റെ ഒക്കെ ഫ്രണ്ട്സിന്റെ, അച്ഛന്റെ, അമ്മയുടെ, അവനെ അറിയാവുന്ന എല്ലാവരുടെയും. അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ സഹിതം ശാപം നിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. പിന്നെ സന്തോഷമായിട്ട് മരിക്കും വരെ ജീവിക്കാൻ പറ്റുമോ?
അതുമല്ല അതുമല്ല ആ രഞ്ജീഷ് എന്ന് പറയുന്ന ആള് മരിച്ചു കിടക്കുമ്പോൾ പോലും വാശി കാണിക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ ഓക്കെ പിരിഞ്ഞ സമയത്തെ വിഷമത്തിന് പുള്ളി മരിച്ചെന്ന് വെക്കാം, ആ സമയത്ത് വാശി കാണിക്കുമ്പോൾ തന്നെ നിന്റെ തനി സ്വഭാവം നാട്ടുകാർക്കും ലോകത്തിന് മുഴുവൻ മനസ്സിലായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ചിതയ്ക്ക് തീ കൊളുത്താൻ വിടത്തില്ലെന്ന് പറയാനായിട്ട് അതിന് മാത്രം തെറ്റാ പുള്ളി എന്താ ചെയ്തിട്ടുള്ളത്? അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ഈ ഒരു റീൽസും കാര്യങ്ങളും വരുന്നത്. ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നിന്നെ ശപിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് അർഹയായ ഒരു വ്യക്തി കൂടെയാണ് നീ. നിന്റെ പേരോ നിന്റെ ഫോട്ടോയോ പബ്ലിക്കലി വന്നിട്ടില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്തേനെ, കാരണം 10 പേര് നിന്നെ കാണട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നിയമം കൊള്ളരുതാത്തോടത്തോളം കാലം ഇതും ഇതിന്റെ അപ്പുറവും നമ്മൾ ഇതൊക്കെ കാണേണ്ടി വരും. ആ കുഞ്ഞിനെ ഇത്രയും വർഷം നോക്കിയത് ആരാണ്? അവരുടെ കൂടെ വേണ്ടായിരുന്നു ആ കുഞ്ഞിനെ വിടാനായിട്ട്. ഇത് എന്തൊരു നിയമമാണെന്നാണ് എനിക്കറിയത്തില്ലാത്തത്. ഈ വീഡിയോ ഒരുപാട് പേരിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.